3 ദിവസത്തിനുള്ളിൽ യുദ്ധം അവസാനിക്കുന്നു, എല്ലാം സമാധാനാന്തരീക്ഷത്തിലേക്ക് വരുന്നു എന്നൊക്കെ വളരെ ആശ്വാസം നിറഞ്ഞ വാർത്തകൾ ഇന്നലെ രാത്രി കേട്ടെങ്കിൽ അതിന് നേരെ വിരുദ്ധമായ കാര്യങ്ങളാണ് ഇന്ന് പുലർച്ചെ സംഭവിച്ചിരിക്കുന്നത്. ഈ 2026 ജൂൺ 10 ബുധനാഴ്ച ബഹ്റിനിൽ താമസിക്കുന്ന ആളുകൾ പുലർച്ചെ 4:30ക്കും 5 മണിക്കുമൊക്കെ അപായ സൈറൻ കേട്ടുകൊണ്ടാണ് ഉറക്കത്തിൽ നിന്ന് ഉണരുന്നത് തന്നെ. US താവളങ്ങളെ ലക്ഷ്യമാക്കി ഇറാനിൽ നിന്ന് വന്ന മിസൈലുകളും ഡ്രോണുകളും ബഹ്റിൻ ഇന്റർസെപ്റ്റ് ചെയ്തു. സമാനമായ രീതിയിൽ കുവൈറ്റിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജോർദാനിലേക്ക് വന്ന മിസൈലുകളും പ്രതിരോധ സംവിധാനങ്ങൾ തടഞ്ഞിട്ടു എന്നുള്ള വിവരങ്ങളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിന്റെയൊക്കെ തുടക്കം എവിടെ നിന്നാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇറാനിലെ കിഷം ഐലൻഡിലും ബന്ദർ അബ്ബാസിലുമൊക്കെ ഇന്ന് പുലർച്ചെ സ്ഫോടന ശബ്ദങ്ങൾ കേട്ടിരുന്നു. എന്നാൽ ഇതിന് മറുപടിയായി US പറയുന്നത് USന്റെ അപ്പാച്ചെ ഹെലികോപ്റ്റർ തകർത്തതിന് മറുപടിയായി ഒരു സ്വയം പ്രതിരോധ ആക്രമണം തങ്ങൾ നടത്തിയതാണെന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും കൊടുക്കൽ വാങ്ങലുകൾ തകൃതിയായി തന്നെ ഇന്ന് നടന്നു എന്ന് വേണം പറയാൻ. ലെബനോനിലെ കാര്യം നോക്കിയാൽ ലെബനോനിലെ പ്രധാനപ്പെട്ട ഒരു സിറ്റിയായ സിഡോണിൽ വലിയ ആക്രമണമാണ് ഇന്ന് ഇസ്രായേൽ നടത്തിയിരിക്കുന്നത്. 12 പേരാണ് അവിടെ കൊല്ലപ്പെട്ടത്. നിരത്തുകളിലൊക്കെ കാറുകൾ കത്തിയമരുന്ന ദൃശ്യങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലും ഇപ്പോൾ നിരവധി വരുന്നുണ്ട് ലെബനോണിൽ നിന്ന്. ഗൾഫ് മേഖലയിൽ ആകമാനം ഒരു ആശങ്ക സൃഷ്ടിക്കുന്ന മറ്റൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഒമാൻ തീരത്തുള്ളൊരു എണ്ണ ടാങ്കറിന് നേരെയുണ്ടായ US മിലിറ്ററി ആക്രമണത്തിൽ 2 ഇന്ത്യൻ കപ്പൽ ജീവനക്കാരെ കാണാതായിട്ടുണ്ട്. ഓൾ ഇന്ത്യ സീഫെയറേഴ്സ് യൂണിയൻ നൽകിയ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് MT സെറ്റിബെലോ എന്ന ടാങ്കറിൽ മിസൈൽ ആക്രമണം ഉണ്ടായത്. അതിൽ 2 ഇന്ത്യൻ ജീവനക്കാരെ കാണാതായതായി പറയുന്നു. അന്വേഷണം തുടരുന്നുണ്ട്. അവർ പറയുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് ആകെ 24 ഇന്ത്യൻ നാവികരാണ് അതിലുണ്ടായിരുന്നത്. ചെറുതും വലുതുമായ രീതിയിൽ ഇങ്ങനെയുള്ള സംഘർഷ സാഹചര്യങ്ങൾ ഇന്ന് ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഐക്യരാഷ്ട്രസഭയുടെ ചീഫ് ആന്റോണിയോ ഗുട്രസ് എന്ന് പറഞ്ഞിരിക്കുന്ന വാചകങ്ങൾ വളരെ ശ്രദ്ധേയമാണ്, റെലവൻസ് ഉള്ളതാണ്. അദ്ദേഹം പറയുന്നത് ചെറുതെന്ന് കരുതുന്ന ഈ സംഭവങ്ങൾ മതി ഇതൊരു പൂർണ്ണ യുദ്ധത്തിലേക്ക് വഴിതിരിച്ചു വിടാനായിട്ട്. അതായത് ചെറിയൊരു തീപ്പൊരി മതിയല്ലോ വലിയ തീപിടുത്തം ഉണ്ടാകാൻ എന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും US-ഉം ഇറാനും എത്രയും പെട്ടെന്ന് ആക്രമണങ്ങൾ നിർത്തണമെന്നും ഡിപ്ലോമസി മാത്രമാണ് ഇതിനൊരു പരിഹാരമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. ഈ ഫുൾ വാർ എന്ന് പറയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് മറ്റ് ഘടക രാജ്യങ്ങളൊക്കെ അംഗങ്ങളായി വരികയും ഇത് വിപുലീകരിക്കപ്പെട്ട് ലോകത്തെ തന്നെ നിശ്ചലമാക്കുന്ന രീതിയിലേക്ക് സാഹചര്യങ്ങൾ മാറിപ്പോയേക്കാമെന്നും വാർണിംഗ് നൽകുകയാണ് അദ്ദേഹം. എല്ലാവരും കാത്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണമോ ഇന്ന് വന്നിരിക്കുന്നത് വളരെ വിചിത്രമാണ്. ഇറാന്റെ സൈന്യം പൂർണ്ണമായും തകർന്നുവെന്നും എയർഫോഴ്സും നേവിയും ഒക്കെ നാമമാത്രമായെന്നും ഇറാൻ എന്നതൊരു പേര് മാത്രമാണെന്നും പ്രവൃത്തിയിലില്ല എന്നും ചർച്ചകളൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോയി ഇതുവരെ ഒരു സമാധാന കരാറിൽ എത്താൻ സാധിച്ചില്ല എന്നും അതിന്റെ സമയം ഏറെ വൈകിപ്പോയെന്നും അതുകൊണ്ട് ഇനിയുള്ള കാര്യങ്ങൾക്ക് വലിയ വില ഇറാൻ നൽകേണ്ടി വരും എന്നൊക്കെയുള്ള ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് ഡൊണാൾഡ് ട്രംപ് നടത്തിയിരിക്കുന്നത്. സംഭവങ്ങൾ ഇങ്ങനെ വഷളാകുന്ന സാഹചര്യത്തിലൂടെ പോകുമ്പോഴും ചെറിയ പ്രതീക്ഷയുടെ നാളങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നും വരുന്നുണ്ട്. റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഖത്തറിന്റെ ചില പ്രതിനിധികൾ ഇന്ന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവിടെ ചെന്ന് US-ന്റെയും ഇറാന്റെയും പ്രതിനിധികളുമായി സംസാരിച്ച് കൂടിയാലോചിച്ച് എത്രയും പെട്ടെന്ന് സമാധാന കരാറിലേക്ക് എത്താനും യുദ്ധം അവസാനിപ്പിക്കാനുമുള്ള അവസാന ശ്രമമാണ് ഇപ്പോൾ ഖത്തറിന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. Night updates supported by ELL Properties, Kalyan Jewelers, Gentle Park, Best Quality Linen and Cotton, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Suud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.